ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഐ തിങ്ക് പാരാ നമ്പർ 77 ആണെന്ന് തോന്നുന്നു. അതിൽ പറയുന്നു ഒരു സിനിമാറ്റോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഒഴിച്ച് എല്ലാവരും അത് അക്യൂസ്ഡ് പേഴ്സണാണ്. സോ ദർ ഇസ് എവറി റീസൺ ടു ബിലീവ് ദാറ്റ് ദീസ് പേഴ്സൺ മസ്റ്റ് ബി ആൻ അക്യൂസ്ഡ് ഇൻ ദാറ്റ് കേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റിപ്പറ്റീഷൻ ഇൻഫെക്ച്വസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർഫിയർ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ എന്നെ കേൾക്കാൻ സമ്മതിച്ചില്ല. ഞാൻ സ്റ്റേറ്റ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ലോക്കൽ സ്റ്റാൻഡി ഇല്ലാണ്. ക്രിമിനൽ കേസാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്ത് ലോക്കൽ സ്റ്റാൻഡി ഇല്ലെന്നുള്ള വസ്തുത തന്നെയാണ്. എങ്കിലും ഐ വിൽ കം അഗൈൻ വിത്ത് റിപ്പറ്റീഷൻ. ഓക്കെ, താങ്ക് യു. താൽക്കാലിക തിരിച്ചടി എന്നുള്ളതല്ല ഇത്. എൻ്റെ ഒരു വിക്ടിമിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇത്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനനുസരിച്ചിട്ട് എത്രയധികം വിക്ടിംസിനകത്ത് വരാമോ അവരെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. അവതരിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള കോടതി നമ്മളെ കേട്ടില്ല എന്നുള്ളതാണ്. കാരണം അത് ക്രിമിനൽ പെറ്റീഷനിൽ സാധാരണഗതിയിൽ സർക്കാരിനും ഈ കാര്യങ്ങൾ എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, എന്താണ് ഈ കേസിന്റെ ഗൗരവം എന്നുള്ളത് കൃത്യമായി കേൾക്കാൻ ശ്രമിച്ചില്ല. ആക്ച്വലി ഈ കേരള ഹൈക്കോർട്ടിന്റെ ഓർഡറിൽ ഈ ബെയിൽ ഓർഡറിൽ തന്നെ പാരാ നമ്പർ 20 പേജ് നമ്പർ 20 പാരാ നമ്പർ 24 അതിൽ തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ബേസിലാണ് ഈ ബെയിൽ ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്, ഹൈക്കോടതി ഡിസ്മിസ് ചെയ്തിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അറ്റ്ലീസ്റ്റ് ഈ കോടതി പരിഗണിക്കേണ്ടതായിരുന്നു എന്ന എൻ്റെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണത്. കാരണം ഈ ഹേമ കമ്മിറ്റി അറ്റ്ലീസ്റ്റ് ബെയിൽ ഈ ഓർഡർ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതി വാങ്ങിക്കേണ്ടതായിരുന്നു. ആ ഒരു കാര്യം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്, പക്ഷേ കോടതി നമ്മളെ കേൾക്കാൻ അനുവദിച്ചില്ല. അനുവദിക്കാൻ സാധിക്കില്ല. പക്ഷേ ഞാൻ എൻ്റെ റിപ്പറ്റീഷനായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ജസ്റ്റിസ് ഈസ് ടു ബി ഇമ്പോർട്ടൻറ്റ് ടു ഓൾ. എല്ലാവർക്കും നീതി വേണമല്ലോ. റിജിത്ത്, ഈ കേസിലെ റിട്ട് ഹർജി സമർപ്പിച്ചിരുന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹം. ഈ മതിയായ കാര്യങ്ങൾ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ, എന്താണ് ഹേമ കമ്മിറ്റി എന്നോ അതിൻ്റെ ഗൗരവം എന്ത് എന്നുള്ളത് വിശദീകരിക്കാനുള്ള സമയം ലഭിച്ചില്ല എന്നുള്ളതാണ്. ഈ റിട്ട് ഹർജി സമർപ്പിക്കാൻ കോടതി അനുവദിച്ചില്ല ഇന്ന്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് ഈ സിദ്ദിഖ് കേസിൽ നടന്നത്. പ്രധാനമായും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് ഈ കേസിലെടുത്ത കാലതാമസം എന്നുള്ളതാണ്. പരാതി നൽകാൻ 8 വർഷത്തിലേറെ സമയം എടുത്തു എന്നുള്ളത് തന്നെയായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. ആദ്യ വാദം തന്നെ അതായിരുന്നു മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഉന്നയിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ആ കാര്യം കോടതി തിരിച്ചു ചോദിക്കുകയായിരുന്നു സംസ്ഥാനത്തോട്, എന്തുകൊണ്ട് ഈ കാലതാമസം എന്നുള്ളത്. എന്നാൽ ആ കാര്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുയർന്ന പരാതികൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കിയ ഉടനെ 29 പരാതികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ലഭിച്ചു എന്നും ഇത് മലയാള സിനിമയിലെ മാത്രമല്ല പൊതുവായി ഉള്ള ഒരു പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇത് പരാമർശിക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. എങ്കിൽ പോലും ഈ കാലതാമസം എന്ത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ കാര്യങ്ങൾ, എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഗൗരവം, ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പരാതികൾ ഓരോന്നായി പുറത്തു വന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഉണ്ടായത്. തുടർന്ന് ഇക്കാര്യത്തിൽ സിദ്ദിഖിന് അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവുകയായിരുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാം എന്ന് തീരുമാനിക്കുകയും ഒപ്പം തന്നെ അതുവരെയും സിദ്ദിഖിന്റെ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആയിരുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ് ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങുന്ന ബെഞ്ച് മുൻ കേസുകളിൽ, സമാനമായ കേസുകളിൽ എടുത്തിരുന്ന തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു തീരുമാനം എടുത്തിരുന്നു. എങ്കിൽ പോലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിശദമായി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ അതിജീവിതയ്ക്കും ഉണ്ടായിരുന്നു. എന്നാൽ ബെഞ്ച് ഇന്ന് സാധാരണ നിലയിൽ ഉച്ചയൂണിനായി 1 മണി മുതൽ 2 മണി വരെ പിരിയേണ്ടത് ഒഴിവാക്കിക്കൊണ്ട് കേസുകൾ അതിവേഗം പരിഗണിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. ഏതാണ്ട് 1:28 സിദ്ദിഖ് കേസ് പരിഗണിച്ചത്. ഉടൻ തന്നെ മുകുൾ റോത്തഗി ഈ കേസ് തൻ്റെ കക്ഷി ഒരു സിനിമാ താരമാണ് എന്നും സിനിമാ നടനാണ് എന്നും ഈ കേസ് 8 വർഷം മുമ്പ് നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവത്തിൽ ഈ വർഷം 2024 പരാതി നൽകിയത് എന്നും ഫേസ്ബുക്കിലൂടെയുണ്ടായ മറ്റ് ആശയവിനിമയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഈ കാലതാമസത്തിലേക്ക് മാത്രം കാര്യങ്ങൾ ചുരുങ്ങുകയും വിശദമായി ഈ കാര്യം എന്ത് എന്ന് പരിശോധിക്കാൻ അതിരിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് സിദ്ദിഖിന് അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ സിദ്ദിഖിന് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നുണ്ട്.